ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണത് ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു കുടംപുളിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയാണ്. അത് മുഴുവനായിട്ട് ഞാനതിൽ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുടംപുളി ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിട്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ എനിക്കത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയാനാണ്. പിന്നെ അന്ന് ഞാനിട്ട വീഡിയോയിൽ എൻ്റെ കുടംപുളിയുടെ തട്ട് വളരെ മോശമായിരുന്നു. എന്ന് വെച്ചാൽ അതിനത്ര ഉറപ്പിലൊന്നും ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെനിക്ക് അതിന് ശേഷം ചേട്ടൻ എനിക്ക് നല്ല ഭംഗിയിലൊക്കെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. നല്ല ഭംഗിയിൽ, നല്ല ഉറപ്പിൽ, നല്ല വൃത്തിയിലൊക്കെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോണത് 2 ആഴ്ച മുമ്പിട്ട് ഞാൻ കുടംപുളി ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ അതുമെന്ന് ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഉണങ്ങിയത് ഒരു ഭാഗത്ത്, പകുതിയായത് ഒരു ഭാഗത്ത്, പിന്നെ തീരെ ഉണങ്ങാത്ത ഒരു ഭാഗത്ത്, അങ്ങനെ പാർട്ടായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ അന്ന് വീഡിയോയിലെടുത്ത അതേ പുളി തന്നെ ഇപ്പോൾ എനിക്ക് ഉണക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇനി നമ്മളതെങ്ങനെ സൂക്ഷിക്കും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണത്. അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനത് ഉണങ്ങിയെടുത്തത്, എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചേട്ടനെ കൊണ്ട് ഞാനെല്ലാം പറക്കി അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് കിടക്കുന്നതൊക്കെ ഒരുവിധം അങ്ങനെ ആയിക്കൊണ്ടിരിക്കണു. പിന്നെ നടുക്കുള്ളത് ഞാൻ പുതിയത് ഇടുന്നത് നടുക്കാണ്. കാരണം അത് കുറച്ച് ജലാംശമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ പുക കൊള്ളുന്നിടത്ത് തന്നെ അതിനെ ഞാൻ ഇട്ടേക്കായിരുന്നു. അങ്ങനെ അത് പർത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പുളി മുഴുവനും എടുത്ത് ഞാനൊരു മുറത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ടതിൽ ഇത്രയാണ് നമുക്ക് ഇതായിട്ട് കിട്ടിയിട്ടുള്ളത്. നല്ല പോലെ ഇത് ഇതായിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് നല്ല ഉണങ്ങി ഇതായിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ബലത്തിൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയാണത്. അപ്പോൾ ഇനി ഇത് എന്തായാലും നമുക്കൊരു കേട് വരുമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നല്ല മഴ സമയമൊക്കെ കഴിഞ്ഞ് ഇന്നൊരു വെയിൽ തെളിഞ്ഞൊരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് രാവിലെ തന്നെ ഇതുമ്മേ തുടങ്ങിയത്. അപ്പോൾ വെയിലുണ്ടല്ലോ, അപ്പോൾ വെയിലത്തിട്ടൊന്ന് ഉണക്കിയാലേ നമുക്കിത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ ധൈര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ വെച്ച സ്ഥലത്ത് ഗ്യാപ്പ് നികത്താൻ വേണ്ടി ഞാൻ പുതിയത് നമുക്ക് കിട്ടിയതൊക്കെ അതുമ്പോൾ തന്നെ ഇങ്ങനെ പരത്തി വെക്കണമുണ്ട്. കാരണം ഇനി മറ്റേതിപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷൻ ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കണമുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇത് പുക നന്നായി കൊള്ളുന്നുണ്ട്. കണ്ട ഇപ്പോഴും ഫുൾ ടൈം ഞാൻ പുകച്ചിടും. എനിക്കതൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ഇതിലേക്ക് നടക്കുമ്പോഴും പുകയൊന്ന് പുകയ്ക്കുമ്പോൾ ഒരു സമാധാനമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അത് ഇരിക്കുന്ന കാണുമ്പോഴേ കേടാവോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് പുകച്ചിട്ടേ നടക്കുകയുള്ളൂ. ഇപ്പോൾ എപ്പോഴും ശ്രദ്ധ മുഴുവൻ അതായിരിക്കും. കാരണം കേടാവാൻ പാടില്ലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് കഴുകി ഒക്കെ വൃത്തിയാക്കിയിട്ട് ഇട്ടതല്ലേ. അപ്പോൾ അത് കേടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും പുകയ്ക്കും. കണ്ട നല്ല രീതിക്ക് തന്നെ പുക അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയതും ഇട്ടു. ഇനി കുറച്ച് ഒരു 2-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് റെഡി ആകും. ഇപ്പോൾ ഒരുവിധം ഉണക്കായത് ആണ് ആ സൈഡിൽ കിടക്കണത്. അപ്പോൾ അതിനെ നമുക്ക് എടുക്കാറാവും. പിന്നെ ഇതിൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പുളിയിലേക്ക് ഉപ്പ് ഒരു 2-3 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പും പിന്നെ അതിൻ്റെ കൂടെ നല്ല നമ്മുടെ വെളിച്ചെണ്ണയും കൂടിയിട്ട് നന്നായി കൂട്ടി തിരുമ്മി അതിനെ ഒന്ന് അതുമേക്ക് നമ്മൾ മീനിലൊക്കെ ഉപ്പ് പിടിക്കാൻ ചെയ്യണ പോലെ ഇതുമേക്കും ഒരു ഉപ്പും വെളിച്ചെണ്ണയൊക്കെ
ആവാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം നമുക്കത് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ശരിയാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇന്നിപ്പോൾ വെയിലുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനൊക്കെ മുതിർന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒഴിച്ചിങ്ങനെ വെറുതെ വെക്കണ്ടേ. അപ്പോൾ അതുപോലെ നമ്മൾ കൈകൊണ്ട് നന്നായി അതിനെ തിരുമ്മി ഉടച്ച് ഒതുക്കി കൂട്ടി ശരിയാക്കി വെക്കുക. അപ്പോൾ തന്നെ എല്ലായിടത്തേക്കും അതിങ്ങനെ ആവും. ഇത് ഞാനിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കടകടാന്നുള്ള സൗണ്ടായിരുന്നു. പിന്നെ നമ്മളിതിങ്ങനെ വെളിച്ചെണ്ണയും ഉപ്പും കൂടി ചെന്ന് അത് ഒന്ന് സോഫ്റ്റായി. എനിക്ക് വെളിച്ചെണ്ണ ഇത്തിരി പോരായ്ക തോന്നി. എത്ര വെളിച്ചെണ്ണ ചോദിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാത്തുമ്മയ്ക്കും ഒന്ന് ആവണ അത്രയ്ക്ക് കൂട്ടാം. എനിക്കിപ്പോൾ നമ്മൾ പാചക രീതിയിൽ പറയണ പോലെ ഇതിൻ്റെ കണക്ക് പറയാൻ എനിക്ക് പറ്റണില്ല. പക്ഷെ നമ്മുടെ എല്ലാ പുളിയുമ്മലേക്കും ആ ഒരു വെളിച്ചെണ്ണ എത്തത്തക്ക രീതിയിൽ നമുക്കതിൽ ഒഴിക്കാം. നമുക്ക് ഒരു 5 ടീസ്പൂൺ 6 ടീസ്പൂണോളം എന്തായാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത്രയും. അപ്പോൾ അതിനെ നന്നായി നമ്മൾ കൂട്ടി തിരുമ്മി ഒതുക്കി വയ്ക്കുക. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാനത് അങ്ങനെ കാണിച്ചിരുന്നില്ല. കാരണം അന്ന് നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം മുൻപ് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്ന പുളിയാണ് ഞാനത് ഇങ്ങനെ ആവും എന്നുള്ളത് കാണിച്ചത്. അപ്പോൾ ഇപ്പോഴാണ് ഇത് എനിക്ക് ഉണങ്ങി കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊസീജിയറും കൂടെ ആണെങ്കിലാണല്ലോ അത് ഫുള്ളാവുക എന്ന് വെച്ചിട്ട് കാണിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ നമുക്കിതിന് നല്ല വെയിലത്തേക്ക് മാറ്റണം. അപ്പോൾ വെയിലത്തിരുന്ന് ഒരു ചൂട് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അഥവാ ഇനി എവിടെയെങ്കിലും ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പ് തട്ടിയ സ്ഥലം ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് മുറ്റത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതുമേ മുറത്തിൽ അങ്ങനെ തന്നെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിലത്ത് ഞാനൊരു കുറച്ച് നേരം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ വെയിൽ കൊണ്ടോട്ടെ എന്ന് കരുതി കുറച്ച് അധികം നേരം തന്നെ ഞാനതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഉണങ്ങി കിട്ടണം എന്നുള്ള ഒരൊറ്റ പരിപാടി മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അങ്ങനെ ഞാൻ വെയിൽ കൊള്ളിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു പാത്രത്തിലേക്ക് ഈർപ്പം തട്ടാത്ത പാത്രം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.